മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഉണ്ടാണ് കേട്ടോ, ഹെൽത്തിയും കൂടിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഈ ഒരു ഉണ്ട കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അണ്ടിയുണ്ടയാണ് അല്ലെങ്കിൽ അരിയുണ്ടയാണ്. അപ്പോൾ അണ്ടിയുണ്ട അല്ല കേട്ടോ, അരിയുണ്ടയല്ല, അവലുണ്ടാണെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ അവലുകൊണ്ട് എങ്ങനെ ഉണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളാം. അണ്ടിയുണ്ട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ അണ്ടിപ്പരിപ്പ് മേടിക്കണ ആ പൈസയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ കാശ് കുറേ പോവില്ല വിചാരിച്ചിട്ട് ആ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മാറ്റി വെക്കാറാണ് പതിവ്. എന്നാൽ അതേ രുചിയിൽ അതും ചിലവ് കുറഞ്ഞിട്ട് നമുക്കൊരു ഉണ്ട ഉണ്ടാക്കിയെടുക്കട്ടെ. ഹെൽത്തിയാണ്, ഞാൻ പറഞ്ഞ പോലെ നമ്മളിൽ ഓയിലൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിൽ നല്ല നല്ല സാധനങ്ങളാണ് നമ്മൾ കൂട്ടി ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഒഴിവാക്കണമെങ്കിൽ നാളികേരം മാത്രം ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇത് അണ്ടിയുണ്ട അല്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അങ്ങനെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഞങ്ങളെ വീട്ടിലൊക്കെ അണ്ടിയുണ്ട ഉണ്ടാക്കുക ആരെങ്കിലൊക്കെ ഗൾഫിൽ നിന്ന് വന്നാലാണ് കേട്ടോ. ഉപ്പിയും കുഞ്ഞിപ്പാരും മൂത്താപ്പി എല്ലാവരും ഗൾഫിലായിരുന്നു. അപ്പോൾ അവരൊക്കെ വരുന്ന സമയത്തേക്കാണ് ഇവിടെ അണ്ടിയുണ്ടൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ എനിക്ക് ആ അണ്ടിയുണ്ടൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഞാൻ ഇതാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ. നമുക്ക് ചിലവ് കുറഞ്ഞതാണല്ലോ, പിന്നെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കുക, നന്നായി മുരിയണ വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ മണലൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, മണലൊക്കെ ഇട്ടിട്ടാണല്ലോ ശരിക്കും കപ്പലണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. കപ്പലണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കിയിട്ട് തന്നെ നിൽക്കണം. കപ്പലണ്ടി വറുക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഇതാ കപ്പലണ്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ, ഇതുപോലെ മുരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ അതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ അവിൽ ഇതാ വെള്ള അവിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ഇതിന് വെള്ള അവിൽ തന്നെയാണ് നല്ലത്. മറ്റേ അവിലാവുമ്പോൾ നമുക്ക് കളറിനൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരും. പിന്നെ അത് കുറച്ച് കനം കൂടിയതാണല്ലോ, ഇത് നല്ല കനം കുറവാണ് വെള്ള അവിൽ. അപ്പോൾ വെള്ള അവിലാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് 2 കപ്പ് എടുക്കണുണ്ട്. അപ്പോൾ ഈ ഒരു 2 കപ്പ് കണ്ടാൽ നിങ്ങളത് കുറേ ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമുക്ക് 2 കപ്പ് എടുത്താൽ തന്നെ പൊടിച്ചാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എടുത്തോളാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾക്ക് 3 ആൾക്കും 2 ദിവസത്തേക്കുള്ളതാണ് ഉണ്ടാക്കിയെടുത്തേക്കണത്. അപ്പോൾ അതാ അവിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം, നമുക്കത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി വറുത്ത അതേ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ഇതിൽ ഉമ്മ പറഞ്ഞ പോലെ ഒരൊറ്റ ഓട്ടിൽ തന്നെ നമുക്കിതൊക്കെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇനി അവിലും കൂടി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അവിൽ വറുക്കുമ്പോൾ ഒന്ന് സിമ്മിലാക്കി വെച്ചോളൂ കേട്ടോ ഫ്ലെയിം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഞാനത് കുറച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ മൊരിപ്പിച്ചിട്ട് എടുക്കുന്നത്. അത് നന്നായി മൊരിഞ്ഞ് വന്നോട്ടെ. നമ്മൾ അവിൽ മിൽക്കിനൊക്കെ ആക്കിയെടുക്കില്ലേ, അതുപോലെയൊക്കെ നന്നായിട്ട് മൊരിപ്പിച്ചിട്ട് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുക്കണം. അത് അവിൽ മൊരിഞ്ഞതും കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിൽ ഇതുപോലെ വറുത്തെടുക്കുക തന്നെ വേണം കേട്ടോ, പച്ചക്ക് പൊടിച്ചെടുക്കരുത്. അതേ ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ അത് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. പച്ചമുളക് ഒരു പൊട്ടുകടലക്ക് പച്ചയ്ക്ക് ഒരു വേറൊരു ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ആയിട്ടുണ്ട്. അതും കൂടി കോരി എടുക്കുന്നുണ്ട്. ഇനി അതേ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഡാൽഡൊക്കെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെ നെയ്യിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. നെയ്യ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചധികം നെയ്യ് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് നെയ്യ് കൂടുതൽ വേണം. എനിക്കിവിടെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് എടുത്തേക്കുന്നത്. ഇനി അതിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറുത്ത മുന്തിരിയൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യണേ. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കോരി എടുക്കുക. അപ്പോൾ അത് ആ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതേ നെയ്യിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നത്. ഇതും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരിയുണ്ട അണ്ടിയുണ്ട എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയതാണല്ലോ. അപ്പോൾ ഇതങ്ങനെ അവിടെ എത്തി 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കഴിക്കാനാണെങ്കിലും നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇങ്ങനെ വറുത്തെടുക്കുന്നത്. നന്നായി റോസ്റ്റ് ആവുമൊന്നും വേണ്ട, അതിൻ്റെ ഒരു പച്ച ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരു ചെറിയതായിട്ട് ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. അപ്പോൾ അതൊന്നും കൂടി ഇതാ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ കപ്പലണ്ടി ഇതാ മുരിഞ്ഞ കപ്പലണ്ടി ഇട്ടാ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ കപ്പലണ്ടി. അപ്പോൾ എനിക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. കുറേ കപ്പലണ്ടി കഴിച്ചാൽ തടി കൂടും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ ഇത്ത ജിമ്മിന് പോകുന്നുണ്ട്, അമ്മായിയുടെ മരുമോൾ. അപ്പോൾ ഇത്തയാണ് പറഞ്ഞത് അങ്ങനെ കഴിച്ചാൽ തടി കൂടുമൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിച്ചോളാൻ. അപ്പോൾ ഞാനിപ്പോൾ എന്നും കപ്പലണ്ടി എടുത്ത് കഴിക്കും രാവിലെ. അപ്പോൾ അതിന് ഈ വറുത്തതൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ കപ്പലണ്ടി, പൊട്ടുകടല, അതുപോലെ അവിൽ, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നെ നാളികേരം. ഇനി വേണ്ടത് മധുരത്തിനുള്ള ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തെങ്കിൽ 2 അച്ച ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ശർക്കര അല്ലെങ്കിൽ പാനിയാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ, നന്നായി കുറുകിയിട്ട് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ല ശർക്കരയാണ്, അത് കാരണം പൊടിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്.
ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആദ്യം കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തു. കുറച്ചല്ല, ശർക്കര എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതാ ഇതുപോലെ പൊടിഞ്ഞ് വരും. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അവിലൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ കപ്പലണ്ടിയും ശർക്കരയും കൂടി ഫസ്റ്റ് തന്നെ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാ പൊട്ടുകടലയും കൂടിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് അവിലാണ്. അപ്പോൾ അവിൽ എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സഡ് ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരൊറ്റയടിക്ക് തന്നെ നമുക്കത് നല്ല പൊടിയായിട്ട് വരും. അപ്പോൾ അതും പൊടിക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിമണി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിൽ വെച്ചിട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. പിന്നെ നല്ലതും കൂടിയാണല്ലോ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കാൻ. എണ്ണ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ നമുക്ക് ശീലാക്കണ്ട. ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ പലഹാരങ്ങളോട് അങ്ങനെ എണ്ണ പലഹാരം അല്ലെങ്കിൽ ബേക്കറി പലഹാരം അതിനോടൊക്കെ ഉള്ള ഇഷ്ടങ്ങൾ അവർക്ക് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഇനി ഇതാ അതിലേക്ക് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കപ്പലണ്ടി, പൊട്ടുകടല, പിന്നെ ശർക്കര, അതുപോലെ അവല് അതെല്ലാമാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത്. അതിലേക്ക് ഇതാ നാളികേരം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തൊടാതെ കൈ വെച്ചിട്ട് തന്നെ നന്നായി തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് ഇത് നാശാവാതിരിക്കുള്ളൂ. ഇത് പൊടിക്കണ സമയത്തായാലും പാത്രത്തിൽ കിടന്ന സമയത്തായാലും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത്. അതൊന്ന് ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്കിത് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അണ്ടിയുണ്ട ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ അവിൽ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമുക്ക് പൈസക്ക് കുറവാണ്. അതുപോലെ അതേ ടേസ്റ്റിൽ തന്നെ നല്ല ആരോഗ്യമുള്ള സാധനം നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്, പറ്റാവുന്നതിനൊക്കെ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടൊന്നും ഇതാക്കണ്ട. നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചാൽ അതൊരു ഉണ്ടായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ ഓരോ ഉണ്ടകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിത് 2-3 ദിവസത്തേക്കൊക്കെ എടുത്ത് വെക്കാമല്ലോ. ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒരെണ്ണമൊക്കെ എടുത്തിട്ട് കഴിക്കുക. അപ്പോൾ ഇനി വീട്ടിൽ എപ്പോഴും ബേക്കറി ഒന്നും മേടിച്ച് വെക്കണ്ട. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇനി ശർക്കരയുടെ മധുരം കുറക്കണോ അത് കുറച്ചാൽ മതി. നാളികേരം കുറക്കണം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സാധനങ്ങൾ മാറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. നമ്മൾ ഒരുപോലെ തന്നെ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അവിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ടകൾ നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ എനിക്കിവിടെ ഒരു 15-16 ഉണ്ടകളാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അവിലാണെന്നൊന്നും പറയരുത് കേട്ടോ. ഉണ്ടാക്കിയതിൻ്റെ ശേഷം അവർ പറയട്ടത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന എന്തായാലും ഉമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മക്ക് അറിയാത് അവിലുണ്ട് തന്നെയാണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. കാണാതെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അവർ നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് അവർ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം വേറെയാണ്. അത് കാരണം ഞാൻ ഒരു ഭക്ഷണത്തിനും കുറ്റം പറയില്ല കേട്ടോ. ആരെന്തുണ്ടാക്കി തന്നാലും അത് നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയുള്ളൂ. അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി തരുന്നത്. അത് നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും. ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയുന്നതാണ്, ഒരു ഭക്ഷണത്തിനും കുറ്റം പറയരുത്, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം